ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ രീതിയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി നെക്സ്റ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു കാര്യം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ലെവലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ല റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഓൾറെഡി വന്നിട്ടുള്ളത്. ദെൻ കിങ് ഓഫ് കപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ദ ഫുൾ കാർഡാണ്. ഫുൾ കാർഡ്. നെക്സ്റ്റ് ദ ടവർ കാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ള ഒരു കാർഡ്. ദെൻ നൈറ്റ് ഓഫ് വാൻഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് വാൻഡ്സ് ആണ്. ദെൻ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. Okay, 10 of Pentacles, 8 of Swords, Queen of Swords, 7 of Pentacles. Okay, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 7 ഓഫ് വാൻഡ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഫീലിങ്സുകൾ ഇല്ല എന്നുള്ളതല്ല നമുക്ക് കാണിച്ചു തരുന്നത്. കിങ് ഓഫ് കപ്സ് കാണിക്കുന്നത് ആഴത്തിലുള്ള ഫീലിങ്സുകൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ മച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഉള്ളിൽ ഒത്തിരി സ്നേഹമുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പേഴ്സൺ. പക്ഷെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് കാരണം കുറേയേറെ ഫീലിങ്സുകൾ തുറന്ന് കാണിക്കാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വയ്ക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുന്നത്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഒരു വൾനറബിൾ ആകാനായിട്ട് ഒരു പേടിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവളെക്കുറിച്ച് അവനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ആദ്യം ഒരു കോണ്ടാക്ട് ചെയ്യില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന മൈൻഡ് സെറ്റുള്ള ഒരു പേഴ്സൺ. അപ്പം വലിയൊരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ കാർഡും അതുപോലെ തന്നെ ഒരു ടവർ കാർഡും വന്നിട്ടുണ്ട്. ഇതാണ് സ്പ്രെഡിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിനുള്ള ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതൊരു പുതിയ തുടക്കം തന്നെയാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു റിസ്ക് എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ടവർ കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും സഡൻ ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ. അതുപോലെ തന്നെ ടവർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് ചാൻസസ് ഉള്ള ഒരു കാർഡാണ്. പലരും ഈ കാർഡ് കണ്ടാൽ ഉടൻ തന്നെ അതൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ലോസ്, ഡിസാസ്റ്റർ എന്നിങ്ങനെയൊക്കെ കരുതാം. പക്ഷേ ഈ ഒരു ടവറിൻ്റെ യഥാർത്ഥ അർത്ഥം അതിലും ഒത്തിരി ഡീപ്പിലാണ് ഉള്ളത്. അത് ടവർ എന്ന് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരിക, പഴയ തെറ്റായ കുറേ കാര്യങ്ങൾ, പഴയ തെറ്റിദ്ധാരണകളൊക്കെ തകരുക, ജീവിതത്തെയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെയൊക്കെ പുതിയ രീതിയിലേക്ക് കാണാനായിട്ട് തുടങ്ങുക. അങ്ങനെയുള്ള കുഴഞ്ഞു മറിഞ്ഞ് കുലുങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒടുവിലൊരു വ്യക്തത നേടുന്നു എന്നുള്ളതും ആണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ റിലേഷൻഷിപ്പിൽ ഈ ടവർ കാർഡ് വന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ബ്രേക്കപ്പ് അല്ല, പലപ്പോഴും അത് ഒളിപ്പിച്ചു വെച്ച വികാരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി മാസങ്ങളായി തന്റെ ഫീലിങ്സുകൾ അടക്കി പിടിച്ചിരിക്കുന്നു, പെട്ടെന്നൊരു ദിവസം എനിക്ക് നിന്നെ ഇപ്പോഴും മറക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞ് മുന്നോട്ടേക്ക് വരുന്ന രീതി, ആ ഒരു രീതി, ഇത് ടവറിന്റെ ഒരു എനർജിയാണ്. അപ്പൊ അങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. കുറേ നാളുകളാക്കിയിട്ട് ബ്രേക്കപ്പിലോ സെപ്പറേഷനിലോ ഒക്കെ വ്യക്തികളാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ തെറ്റിദ്ധാരണകൾ മാറുക. ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിച്ചേക്കാം അവർക്ക് എന്നോട് ഒരു ഫീലിങ്സും ഇല്ല, പക്ഷെ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കും അവർക്ക് ഫീലിങ്സുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണമാണ് അവർ അകന്നു നിന്നത് എന്നുള്ളൊരു കാര്യം പിന്നീടാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതും ഒരു ടവർ സിറ്റുവേഷനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ നാളത്തെ ഒരു സൈലൻസിന് ശേഷം പെട്ടെന്ന് ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിട്ടായിരിക്കാം, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിട്ടൊക്കെ ഇത് സംഭവിക്കും. അപ്പോൾ ടവർ എനർജി സാധാരണയായിട്ടും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു ടവർ എന്നതുകൊണ്ട് നല്ലൊരു കാർഡ് എന്നതിലേക്ക് നമുക്കത് മാറ്റാൻ പറ്റും. ഒരു പഴയ വീട് അപകടകരമായിട്ട് പൊളിഞ്ഞു വീഴാനായിട്ട് പോവുകയാണെങ്കിൽ അത് പൊളിച്ച് ശക്തമായിട്ടുള്ള ഒരു പുതിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുതിയ വീട് പണിയുന്നത് നല്ല ഒരു കാര്യമില്ലേ? അതുപോലെ തന്നെയാണ് ടവർ എന്ന് പറയുമ്പോൾ. അപ്പൊ നിലനിൽക്കാൻ കഴിയാത്തത് തകരും, സത്യമുള്ളത് മാത്രം ശേഷിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ടവർ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ ഒരു ടവർ സിറ്റുവേഷൻ വരുമ്പോൾ പാനിക് ആകരുത്. ഉടനെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം സംഭവിക്കും എന്ന് കരുതി നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകരുത്. ഫിയർ മാറ്റിവെക്കുക. ഈ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അടിസ്ഥാനപരമായ തീരുമാനങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ടവർ ആദ്യം കുറച്ചൊരു വിഷമോ കാര്യങ്ങളൊക്കെ പോലെ തോന്നിയാലും പിന്നീട് അതിനൊരു ക്ലാരിറ്റി നൽകുന്ന ഒരു കാർഡ് തന്നെയാണ് ടവർ കാർഡ്. അതായത് സാധാരണ ജീവിതത്തിൽ ഇപ്പോൾ ഉദാഹരണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ കരുതുന്നു അവരെന്നെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് നിങ്ങൾ കരുതാണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ സൈലന്റ് ഡിസ്റ്റൻസിലൊക്കെ പോകുന്ന സമയത്ത് പിന്നീട് അറിയുന്നു അവരെ സ്വന്തം കുറെ പ്രശ്നങ്ങളോട് പോരാടുകയായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മൊത്തത്തിൽ ആ റിലേഷൻഷിപ്പിലേക്കുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. അല്ലെങ്കിൽ മാസങ്ങളായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിന് ശേഷം ഒരു തുറന്ന സംഭാഷണം നിങ്ങൾ നടത്തുമ്പോൾ രണ്ടുപേരും മനസ്സിലുള്ളത് തുറന്നു പറയുന്നു. ആ ഒരു സമയത്ത് അവിടെ ഒരു ക്ലാരിറ്റി വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ കുറെ അഭിനയങ്ങളും ഈഗോസും മാസ്കും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥ ഫീലിങ്സുകൾ പുറത്തു വരുന്ന സമയമൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കും ഈ ഒരു ടവർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടായത് നന്നായി എന്ന് വിചാരിക്കും. അപ്പൊ ടവർ എന്ന് പറയുന്ന ഒരു ശിക്ഷയുടെ കാർഡല്ല, ഒരു ഉണർവിന്റെ ഒരു കാർഡാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇനി ഈ വരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരുന്ന ഒരു സമയമാണ്. ആദ്യം അല്പം ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമെങ്കിലും ടവറിന് ശേഷം വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും കൂടുതൽ സത്യസന്ധവും ശക്തവുമായ ഒരു അടിത്തറ സൃഷ്ടിക്കും. അതിനാൽ തന്നെ റിലേഷൻഷിപ്പിന്റെ റീഡിങ്ങിൽ ടവർ വന്നു കഴിഞ്ഞാൽ അത് എല്ലാം അവസാനിക്കുന്നു എന്നതിലുപരി എല്ലാം യാഥാർത്ഥ രൂപത്തിലേക്ക് വെളിവാകുന്നു എന്നൊരു സന്ദേശമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്കിവിടെ വന്നിട്ടുള്ളത് 6 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. പഴയ ആ ഒരു നൊസ്റ്റാൾജിയ, പാസ്റ്റ് മെമ്മറീസ്, ഇമോഷണൽ റീകണക്ഷൻ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെയുള്ള പഴയ ഓർമ്മകൾ വീണ്ടും ഈ ഒരു വ്യക്തിക്കും നിങ്ങൾക്ക് ശക്തമായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമയത്തിലേക്ക് വരുന്നു. അവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം നമ്മൾ മുൻപുണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് അവരെത്താനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ് അതിനുശേഷം വരുന്നത്. അപ്പോൾ ഇവിടെ എനർജി പെട്ടെന്ന് വേഗത്തിലാണെന്ന് നമുക്ക് കാണാം, ഫയർ എനർജിയിലേക്ക് വരികയാണ്. ഇത് ചിലപ്പോൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സഡൻ ആയിട്ടുള്ള കോണ്ടാക്ട്, അൺഎക്സ്പെക്റ്റഡ് അപ്പിയറൻസ്, ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് സ്ഥിരതയേക്കാൾ ഒരു നിങ്ങൾക്ക് ഒരു സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന ഒരു കാർഡായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ആദ്യം കോണ്ടാക്ട് ഉണ്ടാകും, പക്ഷെ ഉടനെ ഒരു കമ്മിറ്റ്മെന്റ് ലഭിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല. അതാണ് നമുക്കിവിടെ പറയാൻ പറ്റും. പിന്നെ 9 ഓഫ് വാൻസ് ആണ് വരുന്നത്. രണ്ടു പേരിലും ചില ഇമോഷണൽ വൂൺസ് ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സെപ്പറേഷൻ പോയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയിട്ടുള്ള വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കുണ്ടാകുന്ന ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഹേർട്ടുകളും കാര്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട്. കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ആകാം, പാസ്റ്റ് നിരാശകളാകാം, വീണ്ടും ഹേർട്ടാകുമോ എന്നുള്ളൊരു പേടിയാകാം. അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോഴും ആദ്യം കുറച്ച് ഒരു ക്യൂഷൻസ് ഒക്കെ സംഭവിക്കാം, അതിനുശേഷം ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് പോകും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏസ് ഓഫ് പെന്റിക്കിൾസും 10 ഓഫ് പെന്റിക്കിൾസുമാണ് വരുന്നത്. ഇതാണ് സ്പ്രെഡിലെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു സോളിഡ് ആയിട്ടുള്ള ബിഗിനിങ് ഉണ്ടാകുന്നു. അതായത് ഇപ്പോൾ സെപ്പറേഷനിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നുള്ളതാണ്. 10 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ലോങ് ടൈം സ്റ്റെബിലിറ്റി ആണ്, ഫാമിലി ടൈപ്പ് എനർജി, ലാസ്റ്റിംഗ് ആയിട്ട്
നിൽക്കുന്ന ഒരു നല്ല എന്നും നിലനിൽക്കുന്ന ഒരു അടിത്തറയോട് കൂടിയ എന്നും പണിതുയർത്തുന്ന എന്നും നിലനിൽക്കുന്ന ലോങ് ടൈം സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. അപ്പം ഇവിടെ റിലേഷൻഷിപ്പിന്റെ ഭാവിയിൽ കൂടുതൽ സ്ഥിരതയുള്ള ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാഷ്വൽ ആയിട്ടുള്ള ഒരു എനർജി അല്ല, നമുക്ക് ഒരു നല്ല ഒരു പോസിറ്റീവായിട്ട് നൽകുന്ന എനർജി തന്നെയാണ്. ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് റിയൽ ആക്കാനായിട്ടുള്ള ഒരു അവസരം വരുന്നു എന്നുള്ള എനർജി തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഒരു തടസ്സമായിട്ട് കാണുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 8 ഓഫ് സോർട്സ് ഉണ്ട്, ക്യൂൻ ഓഫ് സോർട്സ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും വലിയൊരു ചലഞ്ച് കമ്മ്യൂണിക്കേഷൻ അവരുടെ ഒരു മൈൻഡ് സെറ്റുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ 8 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ തിങ്കിങ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ കുറേ പേടികളുണ്ട്, കുറേ സെനാരിയോസ് അവരുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലോജിക് ആയിട്ടുള്ള ഒരു ഓവർ ഇമോഷൻസ് ഉണ്ട്, ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ വേണം ഇപ്പം തന്നെ എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്, ഇമോഷണൽ കൺഫ്യൂഷൻ ഒട്ടും അവർക്ക് ടോളറേറ്റ് ചെയ്യുന്നില്ല. അതിനാൽ തന്നെ ആരോ ഒരാൾ എനിക്ക് ഒരു വ്യക്തത വേണം എന്ന് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു ഗസ്സായിട്ട് ഇങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ ഒരു ഗസ് വർക്ക് ചെയ്യാൻ അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഗസ്സായിട്ട് നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, എനിക്കൊരു വ്യക്തത വേണം എന്നൊരു നിലപാടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. പിന്നെ ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡ് വരുന്നുണ്ട്. ഈ കാർഡ് ടൈമിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇത് ഇമ്മീഡിയറ്റ് ഒരു റിസൾട്ട് തരില്ല എന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് വളരാനായിട്ട് കുറച്ച് പേഷ്യൻസ് വേണം, അതുപോലെ ഒബ്സർവേഷൻ പവർ ഉണ്ടായിരിക്കണം. പതിയെ പതിയെ ഇത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ടേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ നമുക്ക് 7 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറച്ചൊരു അതായത് ഒരു വിത്ത് വിതച്ച ഉടനെ ഫ്രൂട്ട് ലഭിക്കാത്തതുപോലെ കുറച്ചൊരു കണക്ഷനും സമയമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് 7 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ കുറേ കാലങ്ങളായിട്ട് അവർ മനസ്സിനുള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഫീലിങ്സുകൾ ഒരു പ്രതീക്ഷിത മാറ്റത്തിലൂടെ അവർ കാർഡ് അതാണ് കാണിച്ചിരുന്നത്. അപ്പം ആ ഒരു മാറ്റത്തിലൂടെ പുറത്തു വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പഴയ ആ ഒരു കണക്ഷൻ വീണ്ടും സജീവമാകുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ സാധ്യത നൈറ്റ് ഓഫ് വാൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു പഴയ പേടികളും അതുപോലെ ഓവർ തിങ്കിങ്, കൺഫ്യൂഷൻ ഇതെല്ലാം നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അത് സാധിച്ചു കഴിഞ്ഞാൽ ഏസ് ഓഫ് പെന്റക്കിൾസും 10 ഓഫ് പെന്റക്കിൾസും വളരെ സ്ഥിരതയുള്ള ദീർഘകാല അടിസ്ഥാനമായിട്ട് പണിയുന്ന സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു അവസരം ഈ ഒരു റിലേഷൻഷിപ്പിന് തരും. വീണ്ടും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ റീബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാനിരിക്കുന്ന ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാർഡുകൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ മെയിനായിട്ടും വന്നു പോയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഇൻറ്റിമസി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതെങ്ങനെ തിരികെ കൊണ്ടുവരാം എന്ന യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ഇൻറ്റിമസി കുറയുമ്പോൾ പലർക്കും ആദ്യം തോന്നുന്നത് കൂടുതൽ മെസ്സേജസ് അയക്കുക അല്ലെങ്കിൽ തുടർച്ചയായി അറ്റൻഷൻ കൊടുക്കുകയൊക്കെ ചെയ്യണമെന്നാണ്. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ഇമോഷണൽ ഇൻറ്റിമസി വീണ്ടും വളരുന്നത് അല്ലെങ്കിൽ വളർത്തുന്നത് ശരിക്കും പറഞ്ഞ ഒരു ട്രസ്റ്റ്, അതുപോലെ ഒരു തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, സുരക്ഷിതമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നീ കാര്യങ്ങളിലൂടെ മാത്രമേ അത് കൊണ്ടുവരാൻ തിരികെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പം നല്ല ഓർമ്മകളെ വീണ്ടും പങ്കുവെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ച് സംസാരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ ആദ്യമായി ആ ഒരു കണ്ട ദിവസമൊക്കെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ അവരോട് ചോദിക്കുക. നമ്മൾ ഒരുമിച്ച് ചിരിച്ച ആ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയുക. ഇത് പഴയ ആ ഒരു ഫീലിങ്സിനെ സ്വാഭാവികമായിട്ടും വീണ്ടും ഉണർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ മനസ്സിലുള്ളത് തുറന്നു പറയുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു ഇമോഷണൽ ഇൻറ്റിമസി നഷ്ടപ്പെടുന്നത് വികാരങ്ങൾ മനസ്സിൽ ഒതുക്കി വെക്കുന്നതിനാലാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്നിട്ട് നമ്മുടെ ഫീലിങ്സുകൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെക്കും, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സുകൾ ഒതുക്കി വെക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പലപ്പോഴും നീ ഒത്തിരി മാറിപ്പോയി എന്ന രീതിയിൽ സംസാരിക്കും. അപ്പം നമ്മൾ മുൻപുണ്ടായിരുന്ന അടുപ്പം എനിക്ക് മിസ് ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്, അല്ലാതെ നീ മാറിപ്പോയി എന്നുള്ളതല്ല. നമുക്ക് മുന്നുണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് പറയണം. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ കുറ്റപ്പെടുത്തലായി തോന്നാത്ത രീതിയിൽ ഫീലിങ്സുകൾ പങ്കുവെക്കാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെപ്പോഴും കേൾക്കാനായിട്ട് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സോട് നമുക്ക് പറഞ്ഞത്. ഇമോഷണൽ ഇൻറ്റിമസി സംസാരിക്കുന്നതിൽ മാത്രമല്ല കേൾക്കുന്നതിലും കൂടി ആണിരിക്കുന്നത്. അവർ പറയുമ്പോൾ ഇടയ്ക്ക് അവരെ തടസ്സപ്പെടുത്താതിരിക്കുക, ഉടൻ ഒരു പരിഹാരം പറയാനായിട്ട് ശ്രമിക്കാതിരിക്കുക, അതുപോലെ അവരുടെ ഫീലിങ്സുകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
ഒരു വ്യക്തിക്ക് എന്നെ ആരോ മനസ്സിലാക്കുന്നു എന്ന രീതിയിൽ ഒരു തോന്നൽ, ആ ഒരു അടുപ്പം, ആ ഒരു കണക്ഷൻ വീണ്ടെടുക്കാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സഹായിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞത്. പിന്നെ ചെറിയ കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി കാണിക്കുക, വലിയൊരു കാര്യത്തേക്കാൾ ചെറിയ സ്ഥിരതയുള്ള പ്രവൃത്തികൾ കൂടുതൽ കൂടുതൽ സമയങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സുഖമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുക, അവർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക, ആവശ്യമുള്ളപ്പോൾ പിന്തുണ നൽകുക. ഇങ്ങനെ വിശ്വാസം വീണ്ടും വീണ്ടും പടുത്തുയർത്തിക്കൊണ്ടുവരാനാണ് യൂണിവേഴ്സോട് പറയുന്നത്. പിന്നെ ഇവിടെ വൾണറബിൾ ആകാനായിട്ട് ഭയപ്പെടുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി വൾണറബിൾ ആയി പോകുമോ എന്ന രീതിയിൽ ചിന്തിക്കരുത്. ഇമോഷണൽ ഇൻറ്റിമസിയുടെ ഹൃദയം എന്ന് പറയുന്നത് ആ ഒരു വൾണറബിലിറ്റി തന്നെയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ഫീലിങ്സുകൾ പറയുക, അല്ല എപ്പോഴും ശക്തനാണ്, സ്ട്രോങ് ആണ് എന്ന രീതിയിൽ അഭിനയിക്കാതിരിക്കുക. എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്ന് ആത്മാർത്ഥമായി പറയുന്നത് പലപ്പോഴും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇതിനായിട്ട് പിന്നെ സമയം കൊടുക്കുക. അടുപ്പം നഷ്ടപ്പെടാനായിട്ട് കുറേ സമയം എടുത്തതുപോലെ തന്നെ അത് തിരികെ വരാനുമായിട്ട് തിരികെ എടുക്കുന്നതിന് അതിലും കൂടുതൽ സമയം എടുക്കും എന്നുള്ളതാണ്. അതിനാൽ തന്നെ കാര്യങ്ങൾ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യരുത്, ഉടൻ റിസൾട്ട് പ്രതീക്ഷിക്കുകയും അരുത്. സ്വാഭാവികമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വളർന്നു വരാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനമായിട്ട് യൂണിവേഴ്സിന്റെ ഭാഗത്ത് വരുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്ത് വരും, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് യൂണിവേഴ്സ് ഗൈഡൻസിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ ഇമോഷണൽ ഇൻറ്റിമസി തിരികെ ലഭിക്കുന്നതിന് ഒരാളെ നിരന്തരം പിന്തുടരുന്നതിലൂടെ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ അല്ല. അതിന് വേണ്ടത് ആത്മാർത്ഥതയോട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ തുറന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, പേഷ്യൻസ് നിലനിർത്തുക, പരസ്പര ഒരു സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതിലൂടെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ബന്ധത്തിലുള്ള ആ ഒരു വാതിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് പോകാനുള്ള ആ ഒരു വാതിൽ തുറന്നു വെക്കുക എന്നതാണ്. ആ വാതിലിലൂടെ അകത്ത് വരണമെന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം, അവരുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മാത്രമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ആ ഒരു തീരുമാനം ഇനി യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അതിന് റെസ്പെക്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ളൊരു കളർ എന്ന് വിചാരിക്കുന്നു. 1111 എന്ന് പറയുന്ന ഏൻഷ്യന്റ് നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. 7 days എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളൊരു സമയമായിരിക്കാം. ഗെയിമിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ നമ്പർ 40 കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2023 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2005 ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. 1979 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1977 കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 31 കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. എൻകറേജസ് യു, നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ടാവാം. 639 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് കിട്ടുന്നത്. നമ്പർ 8 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 21 ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ്. ലൗബിൾ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.